IAS തമ്മിലുള്ള മത്സരവും IAS തമ്മിലുള്ള വടംവലിയുമൊക്കെ പലപ്പോഴും വാർത്തകളായിരുന്നു. മുമ്പൊരു ബ്രോ കളക്ടർ ഉണ്ടായിരുന്നു, ഒരു പ്രശാന്ത് കളക്ടർ, പ്രശാന്ത് IAS. പക്ഷെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിന് ജയതിലക് എന്ന് പറയപ്പെടുന്ന മറ്റൊരു IAS കാരണമാണ് എന്നാണ് പ്രശാന്ത് എന്ന് പറയപ്പെടുന്ന IAS പഴയ കളക്ടർ, കോഴിക്കോട് കളക്ടർ കൂടിയായിട്ടുള്ള പ്രശാന്ത് പലപ്പോഴും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ അത് മാത്രമല്ല, IAS IPS തമ്മിലൊക്കെ വളരെ പരസ്പര ബഹുമാനമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. മലയാളികളും കേരളക്കാരും ഒക്കെ ഒരുപാട് കണ്ടതുമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി നടത്തുന്ന ചില രീതികളുണ്ട്. കോടതി ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ്. അതായത് ചീഫ് സെക്രട്ടറി ജയതിലക് ചെയ്തത് കുറ്റമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ജയതിലക് എന്ന് പറയുന്ന IAS അടക്കം 5 IAS ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുകയാണ് കോടതി. 1678 കോടി കാർഷിക ഫണ്ട് കൈമാറാതെ വട്ടം ചുറ്റിച്ചു എന്ന് പറയപ്പെടുന്നു. കോടതി ഉത്തരവിനെ പുല്ലുവില കൽപ്പിച്ച് ചവറ്റുകുട്ടയിൽ എറിയുകയായിരുന്നു ജയതിലക്. ജയതിലക് നടത്തിയ കോടതി പ്രവൃത്തി എന്ന് പറയപ്പെടുന്ന കോടതിയെ ലക്ഷ്യമെന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതായത് സംഭവം ഈ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപം നൽകിയ കാർഷിക പ്രൊമോഷൻ ഫണ്ടിലേക്ക് 1678.66 കോടി രൂപ അടയ്ക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. നെൽവയലുകൾ നികത്തി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ അനുമതി നൽകിയതിലൂടെ സർക്കാർ പിരിച്ചെടുത്ത തുകയാണിത്. അപ്പോൾ ഈ തുക നിയമത്തിലെ സെക്ഷൻ 27D അനുസരിച്ചിട്ട് കാർഷിക പ്രൊമോഷൻ ഫണ്ടിലേക്ക് കൈമാറേണ്ടതായിരുന്നു. 2024 നവംബർ 28 പുറപ്പെടുവിച്ച വിധിയിൽ ഈ പണം ഫണ്ടിലേക്ക് നിക്ഷേപിക്കുവാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു. തുകയുടെ 25% 4 മാസത്തിനകവും ബാക്കി 12 മാസത്തിനകവും അടയ്ക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശമെന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഉത്തരവ് പാലിക്കപ്പെടാതിരുന്നതിനെ തുടർന്ന് ഹർജിക്കാരൻ വീണ്ടും എന്ത് ചെയ്തു? കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടക്കത്തിൽ ഉത്തരവ് നടപ്പാക്കി എന്ന് നിലപാടെടുത്ത സംസ്ഥാന സർക്കാർ പിന്നീട് പണം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്. എന്നാൽ 2024 നവംബറിലെ വിധിക്കെതിരെ സമയബന്ധിതമായിട്ട് പുനഃപരിശോധനാ ഹർജി, അതായത് റിവ്യൂ പെറ്റീഷൻ സമർപ്പിക്കാതെ ഉത്തരവ് അവഗണിക്കുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ പ്രഥമദൃഷ്ട്യാ കോടതിയെ ലക്ഷ്യം നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കുറ്റം ചുമത്തുന്നത് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ കുറ്റം ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്ന് കോടതി തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർ രേഖാമൂലം മറുപടി നൽകണം അല്ലെങ്കിൽ മറുപടി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി അലക്ഷ്യ കേസിൽ ജനുവരി 5 മുതൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർഷിക പ്രൊമോഷൻ ഫണ്ടിലേക്ക് 1678.66 കോടി രൂപ കൈമാറണമെന്ന കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ജയതിലക് ഉൾപ്പെടെയുള്ള 5 മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി കോടതി അലക്ഷ്യത്തിന് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് മനഃപൂർവ്വം അവഗണിച്ചു കളഞ്ഞതായിട്ടാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറും ജസ്റ്റിസ് VF ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ CPI നേതാവുള്ള TN മുകുന്ദൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജയതിലക്, അരവിന്ദ് ശ്രീവാസ്തവ, കേശവേന്ദ്രകുമാർ, ടിങ്കു ബിസ്വാൾ, അർജുൻ പാണ്ഡ്യൻ എന്നീ IAS ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോടതി ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ബാക്കിയുള്ള 4 IAS ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയാൽ ജയതിലക് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും ഞാൻ വാർത്തയുടെ ആദ്യം സൂചിപ്പിച്ച പ്രശാന്ത് എന്ന് പറയപ്പെടുന്ന പഴയ ബ്രോ കളക്ടറും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം അത് നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ തന്നെ ചെകഞ്ഞു നോക്കാറുണ്ടായിരുന്നു. അത് പ്രശാന്ത് പറയുന്നതാണോ ശരി, അതോ അതിനകത്ത് ജയതിലക് പറയുന്നതാണോ ശരി എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതായത് ജയതിലക് ഈ സസ്പെൻഷൻ കാലാവധി നീട്ടുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ നടത്തിയിരുന്നു പ്രശാന്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ. അത്തരത്തിൽ ഇടപെടുവാൻ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരെ ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കാത്തുസൂക്ഷിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ഈ ജയതിലകുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ തോന്നിയിട്ടുമുണ്ട്. പക്ഷെ ജയതിലക് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നും ജയതിലക് എന്ന് പറയപ്പെടുന്ന ചീഫ് സെക്രട്ടറി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്നൊക്കെയാണ് ഞാനും പലപ്പോഴും കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ വരെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നത് എല്ലാവരും മനുഷ്യർ തന്നെയാണ്, ആരും ദൈവത്തിന്റെ പ്രതിരൂപങ്ങളല്ല. പക്ഷേ ഈ പറയുന്ന മനുഷ്യർക്ക് നന്മ ചെയ്യാൻ കൂടി കഴിയണമായിരുന്നു. അവർ മറ്റുള്ളവരെ ദ്രോഹിച്ച് മുന്നോട്ട് പോകുന്ന നടപടികൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ല. അത് പ്രശാന്തിനെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രശാന്തിനെതിരെ ഇല്ല, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കെതിരെ, കർഷകർക്കെതിരെയാണ് ഇപ്പോൾ
എ ജയതിലക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കർഷകർക്കെതിരെ, അങ്ങനെ ആരെയും വേദനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് ഉണ്ട് എങ്കിൽ അത് ആശാസ്യമല്ല, കേരള സമൂഹത്തിന് അത് ചേർന്നതുമല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച